പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഡെൽവേറിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. നിലവിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ എന്നീ രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടി പുരോഗമിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം വിശദാംശങ്ങളുമായി ചേർന്നു. മധു, ഗുഡ് മോർണിംഗ്. ഈ കൂടിക്കാഴ്ച വളരെ ഭാവിയിലുള്ള കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രകടനമായി കാണുന്നു. കാരണം പല മേഖലകളിലും കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നു. എന്താണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ? ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഉഭയകക്ഷി ചർച്ചകളാണ് ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തിയത്. തുടർന്ന് ജോ ബൈഡന്റെ ജന്മഗൃഹമായ ഈ വിൽമിംഗ്ടണിലെ ഭവനത്തിൽ വെച്ചായിരുന്നു അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച നടന്നത്. ജോ ബൈഡനും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് യുക്രൈനിലെയും അതുപോലെ തന്നെ റഷ്യയിലെയും ഒക്കെ മോദിയുടെ സന്ദർശനവും ഈ ചർച്ചയിൽ വിഷയമായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. തുടർന്ന് ജോ ബൈഡന്റെ തന്നെ ഒരു അഭിമാന പദ്ധതിയായ മൂൺ ക്യാൻസർ കെയർ പ്രോജക്റ്റുമായിട്ട് ഈവന്റിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഇന്ത്യ ആരോഗ്യരംഗത്ത് നേടിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് ശൃംഖല ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞ മോദി സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള ക്യാൻസർ രംഗത്ത് നിരവധി വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അതിന്റെ എന്തെങ്കിലും സേവനങ്ങളോ സഹായങ്ങളോ മറ്റു രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ നൽകുവാൻ തയ്യാറാണെന്നും പറഞ്ഞു. തുടർന്ന് ഈ ജപ്പാന്റെയും ഓസ്ട്രേലിയയുടെയും പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും നടന്നു. തുടർന്നാണ് ക്വാഡ് ഉച്ചകോടിയിൽ ഈ നേതാക്കന്മാരെല്ലാം സംബന്ധിക്കുകയും മുഖ്യ വിഷയം ചൈന തന്നെ ആയിരുന്നു. തെക്കൻ അതുപോലെ കിഴക്കൻ സമുദ്രങ്ങളിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളിയായിരുന്നു പ്രധാന വിഷയം. ഇവിടെ ചൈന നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് ജോ ബൈഡൻ മൈക്ക് ഓണാണെന്ന് അറിയാതെ പറഞ്ഞു പോയത് വാർത്തകളിൽ വലിയ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ് ഗാർഡ്, സംയുക്ത കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്നുള്ള ഉഭയകക്ഷി ചർച്ചകളും അതുപോലെ ക്വാഡ് ഉച്ചകോടിക്കും ശേഷം ഇപ്പോൾ ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9:30 ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടക്കുന്ന വമ്പിച്ച ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 10,000-കണക്കിന് ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സെപ്റ്റംബർ 23, അതായത് തിങ്കളാഴ്ചയായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കുക. അതോടുകൂടി ഈ 3 ദിന സന്ദർശനം നരേന്ദ്രമോദിയുടെ പൂർത്തീകരിക്കുകയും ചെയ്യും. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.